എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബിൻഷ ലൈഫ് വ്ലോഗിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ 2 ദിവസത്തെ ചെറിയൊരു ടൂർ പോവാണ് കേട്ടാ. നമ്മൾ ഈ ടൂർ പോയതിന്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ലോങ് വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിരിക്കല്ലാണ്ട് ഇത് ഇപ്പോഴാണ് അതിനൊരു സമയം ഒത്തു വന്നത് കേട്ടാ എന്ന് വിചാരിക്കും. പക്ഷെ ഇത് കുറെ എഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ള കാരണം ഇങ്ങനെ താമസിച്ചു പോയി. ഷോർട്ട് വീഡിയോ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാം. പക്ഷെ ലോങ് വീഡിയോ അങ്ങനെ എളുപ്പമല്ല. അപ്പൊ നമ്മള് എന്തിനാണ് ടൂർ പോയേ, എങ്ങോട്ടാണ് പോയെന്നൊക്കെ ഷോർട്ട് വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാലേ. നമ്മളുണ്ടല്ലോ എവിടേക്കെങ്കിലും ടൂർ പോവുകയാണെങ്കിൽ നമ്മൾ ദേ ഈ ഭഗവാന്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കാണ്ട് പോവില്ല ട്ടാ. അങ്ങേരുടെ ഒരു അനുഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരു കുഴപ്പമില്ലാണ്ട് നമ്മൾ തിരിച്ച് വീടെത്തും ഞങ്ങൾക്ക് ചെറിയൊരു വിശ്വാസം ഉണ്ട് ട്ടാ. നമ്മുടെ വീടിന്റെ തൊട്ട് പുറകിലാണ് ട്ടോ ഈ അമ്പലം. കോരങ്കുളം അമ്പലം എന്നാണ് പറയാ. നമ്മൾ പോണ സമയത്ത് നല്ല മഴയൊക്കെയാണ്. എന്നാലും നമ്മൾ ഇതേ ഭഗവാനെ കണ്ടൊന്ന് തൊഴുതു. അങ്ങനെ ദേ നമ്മൾ വണ്ടിയിൽ കയറി പോവാണ്. നല്ല മഴയാണ് ട്ടോ ഞങ്ങൾ പോകുമ്പോ. പുലർച്ചയ്ക്കാണ് നമ്മൾ പോയത്. ഒരു 5 മണിയൊക്കെ ആയി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ട്ടോ. അത്ര നേരത്തെ ആയതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ഒന്നും വലിയ കാര്യമായിട്ട് പിന്നെ എടുത്തില്ല. നമ്മുടെ വീഡിയോയ്ക്ക് അത്ര ക്ലിയർ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അത് കാരണം നമുക്ക് സമയം കിടക്കല്ലേ, ഇനി വീഡിയോ പിടിക്കാൻ വേണ്ട സമയം ഉണ്ടല്ലോ. അപ്പൊ നമ്മളിതേ അങ്ങനെ കുതിരാൻ തുരങ്കം എത്തിയിട്ടാ. എല്ലാവരും കാലത്ത് നല്ല ഉഷാറിലൊക്കെയാണ് കയറിയിരുന്നത് വണ്ടിയില്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഉറങ്ങാൻ തുടങ്ങി. പിന്നെ ഉറക്കത്തിന്റെ മെയിൻ ആയിട്ടുള്ള ആള് ഞാനായതുകൊണ്ട് പിന്നെ എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ. അച്ഛനും മക്കളൊക്കെ നല്ല ഉറക്കാണ് ട്ടാ. ഫ്രണ്ടില് അമ്മയും മോനും എന്തായാലും ഉറങ്ങാണ്ടിരിക്കുന്നുണ്ട്. ബാക്കിലുള്ള ഞങ്ങള് 4 ആളും നല്ല ഉറക്കത്തിലായിരുന്നു. അങ്ങനെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോഴുള്ള ചെറിയൊരു വീഡിയോ ആണ് ട്ടോ ഞാൻ എടുത്തേക്കണത്. അപ്പോഴത്തേക്കും ഏകദേശം നേരമൊക്കെ വെളുത്തു. ഭക്ഷണമൊക്കെ കഴിക്കാറായി. നല്ല വിശപ്പിന്റെ വിളിയൊക്കെ വന്നു തുടങ്ങിട്ടാ. ഞങ്ങളിതേ ഉറക്കമൊക്കെ തെളിഞ്ഞ് കണ്ണു തുറന്ന് നോക്കിയപ്പോഴത്തേക്കും തമിഴ്നാട് എത്തി. നമ്മളുണ്ടല്ലോ എങ്ങോട്ടാ പോണേന്നോ എന്തിനാ പോണേന്നൊന്നും ഞാൻ വലിയ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലെ. നമ്മള് പോണത് കാന്തല്ലൂര്, മറയൂര്, മൂന്നാറൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി 2 ദിവസത്തെ ചെറിയൊരു ട്രിപ്പാണ് കേട്ടാ. പിന്നെ ഈ ട്രിപ്പ് പോവാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ നമുക്ക് ചെറുതായിട്ടൊരു ബർത്ത്ഡേ ആഘോഷം കൂടിയാണ് കേട്ടോ ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഈ ഉറക്കത്തിലായതുകൊണ്ടേ ഈ സ്ഥലത്തിന്റെ പേരൊന്നും വലിയ കാര്യമായിട്ട് എനിക്ക് അറിയില്ല. നമ്മൾ എവിടെയോ തമിഴ്നാട് എവിടെയോ ഒരു സ്ഥലത്ത് എത്തിയപ്പോ വിശക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഭക്ഷണമൊക്കെ കഴിക്കാന്ന് പറഞ്ഞത് അങ്ങനെ നമ്മളൊരു ഹോട്ടലിൽ കയറി നല്ല മസാല ദോശയും ഇഡ്ഡലിയൊക്കെ മേടിച്ച് കഴിച്ചു ട്ടാ. അവരെല്ലാവരും ഇഡ്ഡലിയാണ്, ഞാൻ മാത്രം മസാല ദോശ. പിന്നെ നമ്മൾ എവിടെ ചെന്നാലും മസാല ദോശയാണല്ലോ മേടിക്കുക ല്ലേ. അങ്ങനെ നമ്മളിത് രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് വീണ്ടും നമ്മൾ വണ്ടിയിൽ കയറിയിട്ടുള്ള യാത്ര ദേ അങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ട്ടോ. കുറച്ചധികം വഴിയുണ്ട്. ഞാനാണെങ്കിൽ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ അപ്പൊ ഉറക്കം തുടങ്ങും. ഏട്ടനാണെങ്കിൽ എപ്പോഴും ചീത്ത പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ട്ടോ. നിങ്ങൾ ഉറങ്ങാനാണോ വന്നേ, കണ്ണു തുറന്നതേ നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്, ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് പോണം നമ്മള് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മൾ ഇടയ്ക്കൊന്ന് കണ്ണു തുറക്കുമ്പോഴുള്ള കുഞ്ഞു വീഡിയോകളാണ് ട്ടോ ഇത്. ഞാൻ കൂടുതൽ സമയം ഉറങ്ങും. ഉറങ്ങാത്തപ്പോഴുള്ള വീഡിയോകളാണ് നിങ്ങളുടെ മുന്നിൽ എത്തുക ട്ടാ. അങ്ങനെ ദേ നമ്മള് ഫസ്റ്റത്തെ ചെക്ക് പോസ്റ്റ് എത്തി. തമിഴ്നാട് ആനമല ടൈഗർ റിസർവേയിലൂടെയാണ് ഇനി നമ്മൾ കടന്നു പോകാൻ പോകുന്നത്. അപ്പൊ അവിടെ കുറച്ച് ചെക്കിംഗ് ഒക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് ദേ നമ്മൾ അങ്ങനെ കാട്ടിലൂടെയുള്ള യാത്രയാണ്. ഇവിടത്തെ കാട് അത്ര നമ്മുടെ അവിടുത്തെ പോലെ പച്ചപ്പ് നിറഞ്ഞതാണെന്നൊന്നും പറയാൻ പറ്റില്ല ട്ടാ. ഇവിടേക്ക് മഴയൊന്നും അധികം കാര്യമായിട്ട് കിട്ടാത്ത കാരണം കൊണ്ട് തന്നെ വലിയ കാര്യം പച്ചപ്പൊന്നൊന്നും പറയാൻ പറ്റില്ല. അതും കഴിഞ്ഞ് ദേ നമ്മൾ അടുത്ത ചെക്ക് പോസ്റ്റ് എത്തി. 2 ചെക്ക് പോസ്റ്റ് ഉണ്ട് ട്ടോ ഇവിടെ. അതും കൂടെ കടന്ന് നമ്മളിതേ വീണ്ടും നമ്മളിതേ കാട്ടിലൂടെ കുറേ അങ്ങ് പോയിട്ടാ. നമ്മൾ കാട്ടിൽ കൂടെ പോകുമ്പോ നമുക്ക് എല്ലാവർക്കും ഒരുപാട് പ്രതീക്ഷകളൊക്കെ ഉണ്ടാവൂല്ലേ, കുറെ മൃഗങ്ങളെയൊക്കെ കാണാന്ന്. നമുക്കുണ്ടല്ലോ തീരെ ഭാഗ്യമില്ല ട്ടോ. ഒരു മൃഗത്തിനെ പോലും നമുക്ക് കാണാൻ പറ്റിയില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ടൂറൊക്കെ പോയപ്പോ കുറെ ആനനെയൊക്കെ കണ്ടായിരുന്നു. ഇതിപ്പോ ഒന്നിനും കാണാൻ പറ്റില്ല. നമ്മൾ കാട്ടിൽ കൂടെ ഇങ്ങനെ പോയപ്പോ എന്തിനെങ്കിലും ഒക്കെ കാണുന്നു പ്രതീക്ഷിച്ചു. പക്ഷെ ഒന്നും നടന്നില്ലാന്നേ. പക്ഷെ നമുക്കപ്പൊ ഇത്തിരി വിഷമമായിട്ടാ. എന്തിനെങ്കിലും ഒരു മൃഗത്തിനെ കാണുമായിരുന്നെങ്കിൽ ഇത്തിരി സന്തോഷായേനല്ലേ. അതിനുള്ള ഭാഗ്യമൊന്നും നമുക്ക് ഉണ്ടായില്ല ട്ടോ. അങ്ങനെ ദേ നമ്മള് കാന്തല്ലൂർ എത്തി. അവിടെയാണ് നമ്മൾ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സാൻഡൽ കാസ എന്നാണ് ട്ടോ റിസോർട്ടിന്റെ പേര്. ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല. പക്ഷെ നമുക്ക് അവിടെ ഭയങ്കര ഇഷ്ടമായിട്ടാ. നല്ലൊരു സ്ഥലമാണ്. നമ്മളുണ്ടല്ലോ കുറച്ച് നാൾ മുമ്പ് നെല്ലിയാമ്പതിക്ക് പോയ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. നമ്മൾ അതില് ട്രക്കിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ട്രക്കിങ്ങിന് പോകുമ്പോൾ നമ്മൾ കാണുന്ന ആ വ്യൂ പോയിന്റും കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ ട്രക്കിങ്ങിന് പോയിട്ടാ കണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ റിസോർട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതിനേക്കാൾ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളും വ്യൂ പോയിന്റും എല്ലാം നമുക്ക് ഇവിടെ തന്നെ ഇരുന്ന് കാണാവുന്നതാണ് ട്ടോ. നമ്മളുണ്ടല്ലോ കൂടുതലും ഊട്ടിക്കാണ് പോവാറ്. തണവ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ട്ടോ കൂടുതൽ ഊട്ടിക്ക് പോവാറുള്ളത്. പക്ഷെ ഇവിടെ നമുക്ക് നല്ല തണവൊക്കെ ഉണ്ട് ട്ടോ. നല്ലൊരു തണവും മഞ്ഞും കോടയൊക്കെ ആയിട്ട് ഒരു പ്രത്യേക അന്തരീക്ഷമാണ്. നമ്മളടുത്തുള്ള റിസോർട്ടിലും നല്ല റൂമും എല്ലാ കാര്യങ്ങളും നല്ലതാണ് കേട്ടോ. അപ്പൊ നമ്മൾ അങ്ങനെ
റിസോർട്ടിലെത്തി കുറച്ചു നേരം അവിടെ ഒന്ന് വിശ്രമിച്ചു. നമ്മളിവിടെ ഒരു ഉച്ചയായപ്പോ എത്തിയിട്ടാ. അപ്പൊ നമ്മള് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ വന്നതിന് ശേഷമാണ് ഫുഡ് ഓർഡർ ചെയ്തത്. അപ്പൊ കുറച്ച് സമയം പിടിക്കും ഫുഡ് ആവാനായിട്ട്. അപ്പൊ നമ്മൾ കുറച്ചു നേരം റൂമിലിരുന്ന് വിശ്രമിച്ച് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. നമ്മളുടെ റിസോർട്ടിൽ തന്നെയുണ്ട് ട്ടോ ആപ്പിളിന്റെ മരം. ഇപ്പൊ സീസൺ അല്ലാത്തത് കൊണ്ട് വലിയ കാര്യമായിട്ട് ആപ്പിളൊന്നും ഇല്ല. എന്നാലും അതില് 2, 3 എണ്ണം കിടക്കുന്നുണ്ട് ട്ടോ. കുഞ്ഞായ കാരണം ഞങ്ങള് പറിച്ചില്ല. അങ്ങനെ ഞങ്ങൾ ഇതേ ഫുഡ് കഴിക്കാൻ വന്നു. നമ്മളുണ്ടല്ലോ ടൂർ പോവാനായിട്ട് പ്ലാൻ ചെയ്തപ്പോ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫുഡൊക്കെ കൈപിടിച്ച് കൊണ്ടുപോവാം. വീട്ടിൽ തന്നെ വെച്ച് നമുക്ക് ശരിയാക്കി കൊണ്ടുപോവാന്നൊക്കെ വിചാരിച്ചേ. പക്ഷെ ഞാൻ അതിനോട് ഭയങ്കരമായിട്ട് എതിർപ്പായിരുന്നു ട്ടോ. നമുക്ക് എന്നും വീട്ടിലോ വെച്ചും വിളമ്പി നമുക്ക് മടുത്തിരിക്കുക. പുറത്തു പോകുമ്പോഴാണ് വീട്ടമ്മമാർക്ക് ഒരു കയ്യിന് ഒരു ഒഴിവ് കിട്ടുക. അപ്പോഴും നമ്മൾ ഇവിടുന്ന് കെട്ടിപ്പറക്കി കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. നമ്മൾ എന്ന് ടൂർ പോയാലും നമ്മളുടെ വീഡിയോ എടുത്ത് നോക്കിയാൽ അറിയാം കൂടുതലും നമ്മൾ അന്നത്തെ ഫുഡ് കൈപിടിച്ചിട്ടുണ്ടാവും. ഇത് നമ്മള് ആദ്യമായിട്ടാണ് ട്ടോ ഫുഡ് കൈപിടിക്കാണ്ട് വന്നിട്ടുള്ള ഒരു യാത്ര. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒറ്റ നിർബന്ധത്തിലാണ് ട്ടോ. അങ്ങനെ ദേ നമ്മളിവിടെ വന്ന് ഫുഡൊക്കെ മേടിച്ച് കഴിച്ചു. പെട്ടെന്ന് നമ്മൾ പറഞ്ഞത് കൊണ്ട് മാത്രം അവർ ഉണ്ടാക്കി തന്ന ഭക്ഷണമാണ് ട്ടോ. അപ്പൊ നമുക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയും ചില്ലി ചിക്കനും ആണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ നല്ല ഫുഡായിരുന്നു ട്ടോ. അപ്പൊ അതൊക്കെ കഴിച്ചതേ അങ്ങനെ നമ്മള് പുറത്തോട്ട് ഇറങ്ങി. ഇനി നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ പോണ്ടേല്ലേ. റൂമിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ നമുക്കൊന്ന് പുറത്തൊക്കെ പോയി കറങ്ങിയിട്ട് വരാന്ന് പറഞ്ഞ് പുറത്തോട്ട് പോവാനായിട്ട് ഇറങ്ങിയതാണ് ട്ടോ. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രക്കിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ. പക്ഷേ താഴേന്ന് മുകളിലേക്ക് വരാനായിട്ട് കാഴ്ചകൾ കാണാനൊക്കെ ആയിട്ടാണ് ശരിക്കും ഇവിടെ ട്രക്കിംഗ് എടുക്കണത്. പക്ഷെ നമ്മളിവിടെ ഏറ്റവും ടോപ്പിൽ വന്നിട്ടാണ് റിസോർട്ട് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ട്രക്കിങ്ങിന്റെ ഒരു ആവശ്യമില്ല. പിന്നെ അപ്പൊ നമ്മള് നമ്മുടെ കാറിൽ തന്നെയാണ് അവിടേക്കൊന്ന് ചുറ്റാനായിട്ട് പോയത്. ഇവിടെ അടുത്ത് ആപ്പിൾ തോട്ടമൊക്കെ ഉണ്ട്, സ്ട്രോബെറി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് കാണാനായിട്ട് ഇറങ്ങിയതാണ് ട്ടാ. നമ്മളിതേ ഇവിടെ വന്നപ്പോ ആപ്പിള് വലിയ സീസൺ അല്ലാത്ത കാരണം വലിയ കാര്യമായിട്ടില്ല. എന്നാലും കുഴപ്പമില്ല. ഇവിടെ അത്യാവശ്യം ആപ്പിളൊക്കെ ഉണ്ട് ട്ടാ. അപ്പൊ നമുക്ക് അവിടേക്കൊന്ന് ചുറ്റി നടന്ന് കണ്ടു. ഇവിടെ ഏറ്റവും കൂടുതൽ കാണാനായിട്ടുള്ളതെന്ന് പറയാനായിട്ട് ഇപ്പൊ ആപ്പിൾ തോട്ടമുണ്ട്, പിന്നെ സ്ട്രോബെറി, വെളുത്തുള്ളി, ശർക്കര ഫാക്ടറി അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ട്ടോ ഇവിടെ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെയാണ് ട്ടോ ഭ്രമരം മൂവി ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അമ്മയ്ക്കും അച്ഛനും നടക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് അവര് അങ്ങോട്ടൊന്നും വന്നില്ല ട്ടോ. നമ്മള് താഴത്തോട്ടൊക്കെ പോയി അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നമ്മള് തിരിച്ച് റിസോർട്ടിലേക്ക് തന്നെ നമ്മള് പോന്നു. അപ്പത്തേക്കും നല്ല കോടയും നല്ല തണുപ്പൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് റിസോർട്ടിൽ എത്തിയിട്ട് വീണ്ടും നമ്മളുണ്ടല്ലോ ടൂർ വന്നതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്റെ ബർത്ത്ഡേ ആഘോഷിക്കാനാണല്ലോ അല്ലെ. അപ്പൊ നമ്മള് വൈകുന്നേരമാണ് ബർത്ത്ഡേക്ക് കേക്കൊക്കെ കട്ട് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ
ഉണ്ടായിരുന്നു നമ്മുടെ ബർത്ത്ഡേ പരിപാടിയൊക്കെ? നല്ലതായിരുന്നോ? എനിക്കിഷ്ടപ്പെട്ടു ട്ടാ. കുറേ കാലം കൂടി എല്ലാവരും ഒന്ന് സന്തോഷായിട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തൊരു നിമിഷം എന്ന് വേണമെങ്കിൽ പറയാട്ടാ. നമ്മളുടെ ജീവിതത്തിൽ വല്ലപ്പോഴൊക്കെയല്ലേ നമുക്ക് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെ കിട്ടുള്ളൂ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദുഃഖാണോ സന്തോഷാണോ കൂടുതലെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ദുഃഖാ കൂടുതലെന്ന്. അതില് ഒരംശം മാത്രമേ നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. ആ സന്തോഷിക്കാൻ കിട്ടുന്ന ഒരു നിമിഷവും നമ്മൾ പാഴാക്കരുത്. അങ്ങനെ നമ്മളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം നേരം വെളുത്തിട്ടുള്ള കാഴ്ചകളാണ് ട്ടോ ഇനിയുള്ളത്. നമ്മളുണ്ടല്ലോ രാവിലെ തന്നെ എണീറ്റ് ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുമ്പോ നമ്മുടെ റിസോർട്ടിന്റെ മോളിൽ നിന്ന് നോക്കിയപ്പോ ഉണ്ടല്ലോ താഴത്ത് കാട്ടുപോത്തുകൾ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിനൊന്ന് കണ്ടിട്ട് വരാന്നും പറഞ്ഞിട്ട് കാണാനായിട്ട് ഇറങ്ങിയതാണ് ട്ടാ. നമ്മളുടെ ഈ റിസോർട്ടിന്റെ തൊട്ട് പുറകിലായിട്ട് തന്നെ ഒരു ഡാം പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ പണി കഴിഞ്ഞിട്ടില്ല. കുറച്ചും കൂടി ഉണ്ട്. കുറച്ചും കൂടെ പണി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഡാമില് വെള്ളമൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും ട്ടോ കാണാനായിട്ട്. ഇപ്പൊ ഇവിടെ വെള്ളമൊന്നും ഇല്ല ട്ടാ. വറ്റി വരണ്ട് കിടക്കാണ്. ഇവിടെ ഇപ്പൊ മഴ പെയ്തിട്ട് തന്നെ ഒരു 3-4 മാസായി എന്നാണ് അവര് പറയണത്. നമ്മളിവിടെ ചെന്നേ പിന്നെ ഒരു മഴയൊന്നും പെയ്തിട്ടില്ല. നമ്മള് വീട്ടിലേക്ക് വിളിച്ചു ചോദിച്ചപ്പോ അവിടെ നല്ല മഴയാന്നാണ് ട്ടോ അമ്മ പറഞ്ഞത്. നിങ്ങളിപ്പോ വിചാരിക്കണ്ടാവും കാട്ടുപോത്തിനെ കാണാൻ വന്ന ആൾക്കാർ എങ്ങനെ ഡാമിന്റെ അവിടെ വന്നു എന്നല്ലേ. ഈ ഡാമിന്റെ അവിടെ തന്നെയാണ് ട്ടോ കാട്ടുപോത്ത് നിൽക്കുന്നത് നമ്മൾ കണ്ടത്. അപ്പൊ അതേ നമ്മൾ ഡാമും കൂടെ ഒന്ന് കണ്ടേക്കാന്ന് വിചാരിച്ചു. നമ്മളിവിടെ നടന്നെത്തിയപ്പോഴത്തേക്കും കാട്ടുപോത്തൊക്കെ കാടിന്റെ ഉള്ളിലേക്ക് അങ്ങ് ദൂരേക്ക് പോയി കഴിഞ്ഞു ട്ടാ. എന്നാലും നമുക്ക് ചെറുതായിട്ടൊന്ന് കാണാനേ പറ്റുള്ളൂ. ചെറുതായിട്ടൊരു കറുത്തത് പോലെ കാണുന്നതാണ് ട്ടോ കാട്ടുപോത്ത്. നമുക്ക് ശരിക്കും കാണാം. പക്ഷെ ക്യാമറയിൽ അത്ര ക്ലിയർ ആയിട്ട് കണ്ടില്ല. അങ്ങനെ ദേ നമ്മൾ അവിടുന്ന് തിരിച്ചു പോന്നു. തിരിച്ചു പോരുമ്പോ ദേ നമ്മുടെ ഡാമിന്റെ അവിടുന്ന് നോക്കുമ്പോ കാണുന്നതാണ് നമ്മുടെ റിസോർട്ട്. ഇവിടെ നല്ല അന്തരീക്ഷമാണ് ട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ റിസോർട്ടിന് എവിടെ നിന്നാലും നല്ല വ്യൂ ആണ് ട്ടോ. ഈ ഡാം ഉണ്ടല്ലോ പുതിയതായിട്ട് പണിതുകൊണ്ടിരിക്കുന്നതാണ് ട്ടോ. അല്ലാണ്ട് പഴയതൊന്നല്ല. പുതിയതായിട്ട് പണി കഴിഞ്ഞിട്ടുള്ള ഡാമാണ്. നമ്മൾ അവിടുന്ന് തിരിച്ച് ദേ വീണ്ടും പോന്ന് നമ്മുടെ റിസോർട്ടിലെത്തി. ഇനി നമ്മൾ രാവിലെ കുളിക്കാണ്ടൊക്കെയാണ് ട്ടോ പോയിട്ടുണ്ടായിരുന്നത്. കാട്ടുപോത്തിനെ കണ്ട ഒരു ഇതിലങ്ങോട്ട് ചാടിപ്പടഞ്ഞ് നമ്മൾ വേഗം യാത്രയിൽ പോയെന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ദേ ഇവിടെ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് തിരിച്ചു പോകാനുള്ള പരിപാടിയിലാണ് കേട്ടോ. നമ്മൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിച്ച് നമ്മൾ ഇവിടുന്ന് നേരെ മൂന്നാറിലേക്കാണ് കേട്ടോ പോണത്. നമ്മൾ അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് പോവാനുള്ള പ്ലാനിങ്ങിൽ ഇരിക്കുമ്പോഴാണ് ദേ നമ്മളുടെ മുമ്പിൽ തന്നെ ഒരു വലിയ മഴവില്ല് കണ്ടത്. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാ വ്യൂ നന്നായിട്ട് കാണാമെന്ന്. അങ്ങനെ ദേ നല്ല മഴവില്ലൊക്കെ കണ്ടു. ചെറുതായിട്ടൊരു മഞ്ഞ് കോടയൊക്കെ വീഴുന്ന കാരണാന്ന് തോന്നുന്നുണ്ട് ആ മഴവില്ല് ഇങ്ങനെ നിക്കണത്. നമ്മളുണ്ടല്ലോ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ പോവാനായിട്ടുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പൊ രാവിലത്തെ ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ്. നമുക്കിന്ന് രാവിലെ ഇവിടെ ഫുഡ് ഉണ്ടായിരുന്നത് ഇഡ്ഡലി, ചമ്മന്തി, സാമ്പാർ, ചട്നി, പിന്നെ പൂരി മസാലയൊക്കെയാണ് കേട്ടോ. നല്ല ഫുഡായിരുന്നു കേട്ടോ ഇവിടുത്തെ. എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മള് വന്നപ്പോ തൊട്ട് ഇവിടുന്ന് കഴിക്കുന്ന എല്ലാ ഫുഡും എനിക്ക് ഇഷ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ ദേ നമ്മള് രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു. കുറച്ചു നേരം അതിലേക്ക് നടന്നു. കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. എന്റെ എല്ലാ കൂട്ടുകാർക്കും എപ്പോഴും ഉള്ള ഒരു സംശയമാണ് ഇതാരുടെ അച്ഛനും അമ്മയാണെന്ന് അല്ലേ. ഇത് സത്യത്തിൽ എന്റെ അമ്മയും അച്ഛനാണ് ട്ടോ. ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് എന്റെ അമ്മയും അച്ഛനാണ്. പക്ഷെ എല്ലാവരും വിചാരിക്കുക ഇത് ഏട്ടന്റെ അച്ഛനും അമ്മയാണെന്നാണ് ട്ടോ. പക്ഷെ ഏട്ടന്റെ അമ്മേനും അച്ഛനും നമ്മൾ കുറെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അമ്മയ്ക്കും അച്ഛനും അങ്ങനെ എപ്പോഴും നമ്മുടെ കൂടെ വരാൻ പറ്റില്ല. അച്ഛന് വയ്യാത്തത് കാരണം അച്ഛനെ ഇട്ടിട്ട് അമ്മയ്ക്കും വരാൻ പറ്റില്ല. അതുകൊണ്ട് അവരുമായിട്ടുള്ള യാത്രകൾ അത്രയധികം നമ്മളുടെ വീഡിയോയിൽ ഉണ്ടാവില്ല. ഇപ്പോഴെങ്കിലും എല്ലാവരുടെയും ആ ഒരു സംശയം മാറിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഞങ്ങളുണ്ടല്ലോ നിന്റെ എന്റെ അങ്ങനെ ഒരു തിരിച്ച് വ്യത്യാസമൊന്നും ഇവിടെ ഇല്ല. എല്ലാം ഒന്നാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടേ ഇല്ല ട്ടോ. അപ്പൊ അതേ നമ്മൾ അങ്ങനെ തിരിച്ചു പോന്നു. തിരിച്ചു വരുമ്പോ നമ്മള് മറയൂര് ശർക്കര ഫാക്ടറിയുടെ അവിടെ ഇറങ്ങിയേക്കാണ് ട്ടോ.
തേനിലിട്ട നെല്ലിക്കയാണ് അല്ലേ ഇത്? നമ്മൾ തിരിച്ചു വരുന്നത് മൂന്നാർ കൂടിയിട്ടാണ് കേട്ടോ. മൂന്നാർ കൂടി വന്ന് എറണാകുളത്ത് വന്ന് ഷാമോന്റെ അടുത്തൊക്കെ ഒന്ന് കേറിയിട്ട് വേണം വരാനായിട്ട്. തണുക്കുണ്ട് തണുക്കിട്ട് വിറയ്ക്കൂ. മൂന്നാർ കൂടി വരുമ്പോ നമ്മൾ ഇത്രയും കോടയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല കോടയും നല്ല തണവൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ മൂന്നാറിൽ എവിടെ ഇറങ്ങി അങ്ങനെ കാഴ്ചകളൊന്നും കാണാൻ നിന്നില്ല. തേയിലത്തോട്ടങ്ങളിൽ അവിടെയൊക്കെ കുറച്ചു നേരം നിന്നു. പിന്നെ വലിയ കാര്യമായിട്ട് ഇറങ്ങാതിരുന്നതേ, എല്ലാവരും ഏട്ടനൊക്കെ വിളിച്ചു ഇറങ്ങാനായിട്ട്. പക്ഷെ ഞാൻ ഇറങ്ങിയില്ല കേട്ടോ, എനിക്ക് പേടിയായിരുന്നു. അട്ടേനെ എനിക്ക് ഭയങ്കര പേടിയാ. മൂന്നാറിൽ ചിലപ്പോ അട്ട ഉണ്ടായാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അധികം ഇറങ്ങിയില്ല. തേയിലയുടെ ഉള്ളിലൊക്കെ ചിലപ്പോ അട്ട ഉണ്ടെങ്കിലോ എന്ന് പേടിച്ചിട്ടാണ് കേട്ടാ. അങ്ങനെ ദേ നമ്മള് അതിലിപ്പോ നമ്മൾ തിരിച്ചു വരും വഴി ഉച്ചത്തെ ഭക്ഷണം കഴിച്ചത് മൂന്നാറിൽ നിന്നാണ്. അവിടെ ഹോട്ടലിന്റെ പേരൊന്നും ചോദിച്ചാൽ ഞാൻ വലിയ കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല കേട്ടോ. നല്ല ഭക്ഷണമൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഉച്ചത്തെ ഭക്ഷണം അവിടെ നിന്ന് കഴിച്ചു. പക്ഷെ അമ്മയ്ക്ക് ചോറ് വേണമെന്നായിരുന്നു ആഗ്രഹം. നമ്മൾ കയറിയെടുത്ത് ചോറുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ പിന്നെ മക്കൾക്കൊക്കെ അവിടെ നിന്ന് ബിരിയാണിയൊക്കെ മേടിച്ചു കൊടുത്തിട്ട് ഞാനും അമ്മയും ഏട്ടനും കൂടി പുറത്തുനിന്ന് ചോറൊക്കെ മേടിച്ചു കൊണ്ടുവിട്ടു. അങ്ങനെ നമ്മൾ തിരിച്ചു വരുമ്പോ നല്ല മഴയാണ്. നമ്മൾ മൂന്നാറ് വഴി വരുമ്പോഴായാലും തിരിച്ചു പോകുമ്പോഴായാലും ഉള്ള മെയിൻ ആയിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണല്ലോ അല്ലെ ഇത്. നമ്മൾ ടൂർ പോയടത്തൊന്നും ഒരു മഴയൊന്നും ഉണ്ടായില്ല കേട്ടോ. നല്ല സുഖമായിട്ടുള്ള യാത്രയായിരുന്നു. നമ്മൾ തിരിച്ചു വരുമ്പോ മൂന്നാർ കഴിഞ്ഞ് എറണാകുളം എത്തിയപ്പോ തൊട്ട് നല്ല മഴയാണ് കേട്ടോ. പിന്നെ നമ്മുടെ അവിടെ വെള്ളപ്പൊക്കമൊക്കെ ആയെന്നാണ് എല്ലാവരും പറയുന്നത് കേട്ടോ. എന്തായാലും നമ്മൾ പോയടത്തൊന്നും ഉണ്ടായില്ല. നമ്മൾ തിരിച്ചു വരുമ്പോ നല്ല മഴയും ബ്ലോക്കും ഒക്കെ ആയിരുന്നു. എറണാകുളത്ത് എത്തിയപ്പോ തൊട്ട് നല്ല മഴയായിരുന്നു. അപ്പൊ നമ്മൾ ഇത്തിരി ബുദ്ധിമുട്ടി അവിടെ എത്താനായിട്ട്. അങ്ങനെ നമ്മൾ കുട്ടായിയുടെ ഫ്ലാറ്റിൽ എത്തിയിട്ടുണ്ട്.
അങ്ങനെ ദേ നമ്മള് ഷാമോന്റെ ഫ്ലാറ്റിൽ എത്തിയിട്ടുണ്ട്. കുറെ നാളായിട്ട് അവര് വിളിക്കുകയാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട്. പക്ഷെ നമുക്ക് ഇതുവരെയായിട്ട് സമയം ഉണ്ടായിരുന്നില്ല. തിരിച്ചു വരുമ്പോ നമുക്ക് എന്തായാലും ഇവിടെ കേറാൻ ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് എടുത്ത തീരുമാനത്തിലാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത് കേട്ടാ. ഇങ്ങോട്ട് വരുന്ന ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. എന്തായാലും നമ്മൾ അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചപ്പോ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഉണ്ണിക്കുട്ടന്റെ കൂടെ കുറച്ചു നേരം നമുക്കൊന്ന് കളിക്കാലോ. അത് വിചാരിച്ചിട്ടാണ് നമ്മൾ കൂടുതൽ അങ്ങോട്ട് പോയത് ട്ടാ. അങ്ങനെ ദേ നമ്മൾ അവിടുന്ന് വൈകുന്നേരത്തെ ഫുഡൊക്കെ കഴിച്ചു. എനിക്ക് എന്തായാലും അവരുടെ ഫ്ലാറ്റ് ഒക്കെ നല്ല ഇഷ്ടമായിട്ടാ. നല്ല സൗകര്യമുള്ള ഫ്ലാറ്റ് ആണ്. ഒരുപാട് ഇഷ്ടപ്പെട്ടു അവരുടെ ഫ്ലാറ്റ്. അങ്ങനെ ദേ നമ്മള് കുറച്ചു നേരം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു. നല്ല മഴയാണ്. അവര് പോണ്ടാന്നൊക്കെ പറഞ്ഞു. നാളെ പോവാന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്ക് എന്തായാലും നിൽക്കാൻ പറ്റില്ല. നമ്മള് 2 ദിവസമായില്ലേ പോന്നിട്ട് വീട്ടീന്ന്. ഇനിയും നമ്മള് കറങ്ങി നടന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ നമ്മൾ അങ്ങനെ യാത്ര പറഞ്ഞ് അവിടുന്ന് പോന്നു. ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ട്ടോ പോന്നത്. പിന്നെ അവിടെ എത്തിയപ്പോഴത്തേക്കും തീരെ വയ്യാണ്ടായി. അപ്പൊ പിന്നെ വലിയ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല. അങ്ങനെ നമ്മളിത് അവിടുന്ന് യാത്രയൊക്കെ പറഞ്ഞു പോന്നു. തിരിച്ചു വരുമ്പോ അർജുൻ അവരുടെ കൂടെ നിന്നൂട്ടാ. അവൻ ഞങ്ങളുടെ കൂടെ പോകുന്നില്ല. അവൻ അവിടെ നിൽക്കാനായിട്ട് പോയതാണ്. അപ്പൊ ഞങ്ങൾ അവനെ അവിടെ ആക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. എന്തായാലും ഇപ്രാവശ്യത്തെ ടൂറ് അടിപൊളിയായിരുന്നു ട്ടോ. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടു. ഒരുപാട് എൻജോയ് ചെയ്ത ഒരു യാത്രയായിരുന്നു ട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.